രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഗുരുതരമായ പ്രശ്നങ്ങളാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ വസ്തുതകൾ ജനങ്ങളെ അറിയിക്കാനും അത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമാണ് ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത്. അത് ചെയ്യാതെ എനിക്കെതിരെ വ്യക്തിപരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുകയും തൻ്റെ സഹപ്രവർത്തകരെ കൊണ്ട് എന്നെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന നടപടി തരംതാണതാണ്. ഞാൻ ഏതായാലും അതിന് മുതിരുന്നില്ല. വസ്തുനിഷ്ഠമായി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പ്രതിപക്ഷത്തെ കാണിക്കണം, അല്ലെങ്കിൽ ഫയലുകൾ കാണിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ കത്ത് മുഖേന ആവശ്യപ്പെട്ടതാണ്. ഇന്നലെ ധനകാര്യമന്ത്രി പറഞ്ഞത് ഞാൻ ഫയൽ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ലെന്നാണ്. ഫയൽ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മിനിഞ്ഞാന്ന് കത്ത് കൊടുത്തതാണ്. കാരണം ഇത് സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും ഇപ്പോഴും മറച്ചു വെക്കുകയാണ്. ഗവൺമെൻറ് ഒരു ഇടപാട് നടത്തുമ്പോൾ അത് 2150 കോടി രൂപയുടെ വലിയ ഒരു ബോണ്ട് വിൽപ്പനയ്ക്ക് വിറ്റ സാഹചര്യത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? ഇത് നിയമസഭയിൽ പറഞ്ഞിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ ഇത് ചർച്ച ചെയ്തോ എന്ന് എനിക്കറിയില്ല. ഇടതുമുന്നണിയിൽ ഇത് ചർച്ച ചെയ്തോ എന്ന് എനിക്കറിയില്ല. ആരോരും അറിയാതെ 2150 കോടി രൂപയുടെ ഒരു ബോണ്ട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ധനകാര്യമന്ത്രിയും കിഫ്ബിയുടെ സിഇഒയും മാത്രം അറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണോ? ഇത് ശരിയാണോ? പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ബാധ്യതയിൽ നിന്ന് ഗവൺമെൻറ് ഒഴിഞ്ഞു മാറുന്നത് എന്തിനാണ്? അതുകൊണ്ട് ഇതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ധനകാര്യമന്ത്രി അതിന് തയ്യാറായിട്ടില്ല. അദ്ദേഹം എനിക്ക് വിവരമില്ലെന്നാണ് പറയുന്നത്. ഏതായാലും അദ്ദേഹത്തെ ഇത്രയും വിവരം എനിക്കില്ല. ഞാൻ ധനതത്വശാസ്ത്ര ബിരുദധാരിയാണ്. പക്ഷേ കയറിനകത്ത് എനിക്ക് PhD ഇല്ല. കയറിൽ എനിക്ക് PhD ഇല്ലെന്ന് ഒഴിച്ചാൽ എന്നെ ധനതത്വശാസ്ത്രം പഠിപ്പിക്കാൻ ഐസക് വരണ്ട. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയും വേണ്ട. അദ്ദേഹം പറഞ്ഞ മറ്റ് തരംതാണ പ്രയോഗങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഞങ്ങളൊക്കെ സാമാന്യ ബോധമുള്ളവരാണ് എന്ന് അദ്ദേഹം ധരിക്കണം. ധനകാര്യമന്ത്രിക്ക് മാത്രമേ രാജ്യത്ത് വിവരമുള്ളൂ എന്നുള്ള തെറ്റായ ധാരണയാണ് അദ്ദേഹത്തിനെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ പൊതുക്കടം കെട്ടിവെച്ചൊരു ധനകാര്യമന്ത്രിയാണ് ഐസക്. ബഡ്ജറ്റിലൂടെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കാത്ത കേരളം കണ്ട ഏറ്റവും ഭാവനാശൂന്യനായൊരു മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക് ബാങ്ക് നടപ്പാക്കുമെന്ന് പറഞ്ഞു, ഇതുവരെ നടപ്പായിട്ടില്ല. ഡാമുകളിലെ കെട്ടിക്കിടക്കുന്ന മണൽ വാരി 30,000 കോടി രൂപയുടെ റവന്യൂ വരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, അത് നടന്നില്ല. ഈ കൊച്ചിയിൽ വെച്ചാണ് പറഞ്ഞത് GST കേരളത്തിൻ്റെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കുമുള്ള മറുമരുന്നാണെന്ന് പറഞ്ഞു. ഇന്ന് GST മൂലം കേരളം ദുരിതമനുഭവിക്കുകയാണ്. പ്രവാസി ചിട്ടിയിൽ നിന്ന് 5000 കോടി രൂപ ശേഖരിക്കുമെന്ന് പറഞ്ഞു. ശേഖരിച്ചത് 3.2 കോടി. പരസ്യ ഇനത്തിന് മാത്രം 5 കോടി ചെലവ്. ധനക്കമ്മി 0% ആക്കുമെന്ന് പറഞ്ഞു. ധനക്കമ്മി കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് 100% പദ്ധതി ചെലവ് നടപ്പാക്കുമെന്നാണ്. ഇത്തവണ 65% പദ്ധതി ചെലവ് നടപ്പാക്കിയത്. മാർച്ച് അവസാനം ട്രഷറി നിശ്ചലാവസ്ഥയിലായിരുന്നു. മാർച്ച് 31 ട്രഷറി തുറന്നു വെച്ചതേ ഉള്ളൂ, നിശ്ചലാവസ്ഥയിലായിരുന്നു. ഏറ്റവും കൂടുതൽ കടം വാങ്ങിയ ധനകാര്യമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നികുതി വരുമാനം ഉണ്ടാക്കാനുള്ള നടപടികൾ ഉണ്ടായില്ല. കാര്യക്ഷമമായ നികുതി പിരിവുണ്ടായില്ല. പൊതുക്കടം വർദ്ധിച്ചു. ധൂർത്തും അഴിമതിയും ധനകാര്യ വകുപ്പിൽ
സ്ഥിരമായി കാണുന്ന പ്രവണതകളായി മാറി കേരളത്തെ കടക്കെണിയിലേക്കും കെടുകാര്യസ്ഥയിലേക്കും നയിച്ച ഒരു ധനകാര്യമന്ത്രി ഇപ്പോൾ 2150 കോടി രൂപയുടെ വാങ്ങി വൻ സാമ്പത്തിക ബാധ്യത വരും തലമുറകളുടെ തലയിലേക്ക് കെട്ടിവെക്കുകയാണ്. ഞങ്ങൾ UDF ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് 4 MLA-മാരുടെ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ഡോക്ടർ MK മുനീർ, VD സതീശൻ, റോഷി അഗസ്റ്റിൻ, അനൂപ് ജേക്കബ്. എന്നെ കാണിക്കണമെന്നില്ല, ഈ 4 MLA-മാരെ പ്രതിപക്ഷത്തിൽ നിയോഗിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവരെ അറിയിക്കണം. അവരെ ഈ ഫയലുകൾ കാണിക്കാൻ തയ്യാറാകണം. രഹസ്യമായ ഈ ഇടപാടുകൾ അവസാനിപ്പിക്കണം. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രൈവറ്റ് പബ്ലിക് എന്ന് എഴുതുകയും CDPQ ലാവലിംഗ് കമ്പനികളുള്ള ആ പ്രവിശ്യയിൽ ഇത് പ്രൈവറ്റ് എന്ന് എഴുതി കാണിക്കുകയും ചെയ്തിട്ട് ആരെ കബളിപ്പിക്കാനാണ് ഇത് ശ്രമിക്കുന്നത്? എത്ര വർഷമാണ് കാലാവധി എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആദ്യം കേട്ടത് 5 വർഷം, 25 വർഷം, ഇപ്പോൾ പറയുന്നു 5 വർഷം. അപ്പം ഇതേ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തതയില്ല, ജനങ്ങൾക്ക് വ്യക്തതയില്ല, അവ്യക്തത തുടരുന്നു. എല്ലാം പൂർണ്ണമായ കർട്ടനുള്ളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ പുറത്തു വരണം, വന്നേ മതിയാകൂ. ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞത് കമ്മീഷൻ, ഈ ഏജൻസികളെയൊക്കെ നിയോഗിച്ച് അവർക്ക് കമ്മീഷനില്ലേ? അപ്പം ഇതൊന്നും പറയാതെ ആളുകളെ കബളിപ്പിക്കാനുള്ള ശ്രമം ആദ്യം അത് ഉപേക്ഷിക്കണം. അതുകൊണ്ട് മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട എല്ലാ ദുരൂഹതകളും അവസാനിപ്പിക്കാനും SNC ലാവലിൻ കമ്പനിയുമായി CDPQവിനുള്ള ബന്ധവും SNC ലാവലിനും CDPQവും തമ്മിൽ അവർ ചേർന്ന് നടത്തുന്ന ഈ കച്ചവടത്തിൻ്റെ യഥാർത്ഥ വസ്തുത ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനും സർക്കാർ തയ്യാറാകണമെന്ന് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കാനറ ബാങ്ക് ഞാൻ പറയാം കാനറ ബാങ്കിൽ ലോൺ എടുത്തു എന്നുള്ളത് ശരിയാണ്. അത് വായ്പയാണ്, ബോണ്ടല്ല. ഒന്നാമത്തെ കാര്യം അത് വായ്പയാണ്, ബോണ്ടല്ല. 7 വർഷത്തെ മൊറട്ടോറിയം അതിനുണ്ട്. എന്നുവെച്ചാൽ 7 വർഷം ഇത് അടയ്ക്കുകയോ വേണ്ട. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലോട്ടിംഗ് ആണ്. ഈ വിവരങ്ങളൊന്നും അറിയാൻ വയ്യാത്ത ആളല്ലല്ലോ ധനകാര്യമന്ത്രി. ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലോട്ടിംഗ് ആയിരിക്കുമ്പോൾ 7 വർഷത്തേക്ക് പൂർണ്ണമായ മൊറട്ടോറിയം ഉള്ളതുമായ ബോണ്ടല്ല, ഒരു വായ്പയാണ്. കാരണം ഗെയ്ക്കോയിൽ നിന്നെടുത്ത പണം തികയാതെ വന്നപ്പോഴാണ് എന്ന് തോന്നുന്നു ഈ ലോൺ അവരെടുത്തത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതിവിടെ ബോണ്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് പറയുമ്പോൾ കാനറ ബാങ്കിന് എടുത്ത ലോണിൻ്റെ കാര്യം പറയണ്ട. കാരണം ഒന്നാമത് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് ആണ്, അതനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. അല്ല, അത് അന്നത്തെ ധനകാര്യമന്ത്രിയോട് എനിക്ക് അതിന് പൂർണ്ണമായ വിവരങ്ങൾ എൻ്റെ ഇല്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള വായ്പ 1300 കോടിയാണെന്ന് തോന്നുന്നു. ഗെയ്ക്കോയിൽ നിന്നെടുത്ത വായ്പ 1.3% ആണ് എടുത്തത്. 1.3. അതല്ല, കൊച്ചി മെട്രോ വാട്ടർ മെട്രോയ്ക്കും 1.4% ആണ്. അതെ, കാനഡ വരെ, നമ്മുടെ കാക്കനാട് വരെ നീട്ടുന്നതിന് കുറഞ്ഞ പലിശയാണ്. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് പൊതുവായി ചോദിക്കാനുള്ളത്, അതെ, എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് ഇത്രയും വലിയ സാമ്പത്തിക ഭാരം കേരളത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നടപടി ആരോടും ചർച്ച ചെയ്യാതെ രഹസ്യമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നു? അത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമില്ലേ? അത് മാത്രമല്ല, 7 സ്ഥാപനങ്ങളെ വെച്ചിട്ടുണ്ട്. അതല്ല, അങ്ങനെയൊന്നും അല്ല നടന്നത്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് മുഖ്യമന്ത്രി പറഞ്ഞതാണ്, അത് അവർ ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരുപാട് ചർച്ച നടത്തുന്നത് എന്തിനാണ്? SNC ലെവലിനും CDPQമുള്ള പ്രവിശ്യയിൽ അവരത് പ്രൈവറ്റ് എന്ന് എഴുതിയേക്കുന്നത്. പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണെന്ന് വ്യക്തമായി
ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ രേഖയിലുണ്ട്. ഇന്നലെ ഞാൻ തൃശ്ശൂർ പത്രസമ്മേളനത്തിൽ ആ രേഖ മുഴുവൻ വിതരണം ചെയ്തതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പ്രശ്നം തന്നെയാണ്. കാരണം ഇതുവരെ അന്തർഭവിച്ചിരിക്കുന്ന നിരവധിയായ വിഷയങ്ങൾ പ്രശ്നം തന്നെയാണ്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പബ്ലിക് എന്ന് പറയുന്നു, SNC ലെവലിന് CDPക്കുമുള്ള സ്ഥലത്ത് പ്രൈവറ്റ് എന്ന് പറയുന്നു. അപ്പം ഇതെല്ലാം ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം അങ്ങനെ സ്വകാര്യമായി ചെയ്യേണ്ട കാര്യമാണോ? എന്തുകൊണ്ടത് സ്വകാര്യമായി ചെയ്യും? ഞാനത് ചോദിക്കുമ്പം എനിക്ക് വിവരമില്ല, ഞാൻ എന്താണ് രാജ്യദ്രോഹിയാണ്, എനിക്ക് ഏതായാലും റിച്ചാർഡ് ഫ്രാങ്കിയായിട്ടൊന്നും ഒരു ബന്ധവും എനിക്കില്ല. വിദേശത്ത് നിന്ന് ഇങ്ങനെ ജനകീയ ആസൂത്രണത്തിന് പണം ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. എന്നെ കൊണ്ടാണെന്നും പറയിക്കരുത് ഐസക്ക്. ഞാൻ മാന്യമായിട്ട് മാത്രമേ ഈ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ചെയ്യാൻ ഞാനില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ 2150 കോടി രൂപയുടെ വലിയ ഒരു ബാധ്യത സംസ്ഥാനത്തിൻ്റെ തലയിൽ വരുമ്പോൾ അത് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയണം, മാധ്യമങ്ങൾ അറിയണം, സുതാര്യമാകണം എന്ന് ഞാൻ പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ്, വാർത്താ സമ്മേളനം നടത്തുകയാണ്. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ കേരള ജനതയ്ക്ക് മുന്നിൽ വെക്കണം എന്നാണ് അദ്ദേഹം തോമസ് ഐസക്കിനോട് ആവശ്യപ്പെടുന്നത്. ഈ ധനകാര്യമന്ത്രി മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യമല്ല അത് എന്ന് അദ്ദേഹം പറയുന്നു. തോമസ് ഐസക്കിനെതിരെ വലിയ ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം വെക്കുന്നത്. അദ്ദേഹം തനിക്കെതിരെ ഈ വിമർശനങ്ങൾ അങ്ങോട്ട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിന് അറിയേണ്ടതാണ് ഈ കാര്യങ്ങളെന്ന് പറയുമ്പോൾ, രാഷ്ട്രീയമായ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം തനിക്ക് വിവരമില്ല എന്ന് പറഞ്ഞൊളിച്ചോടുകയാണ് തോമസ് ഐസക്ക് ചെയ്യുന്നത് എന്നും രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.